ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അങ്ങനെ നമ്മളെല്ലാവരും SSC പഠിക്കുന്ന എല്ലാവരും കാത്തു നിന്ന് നമ്മുടെ SSCയുടെ ഏറ്റവും വലിയ എക്സാം ആയിട്ടുള്ള SSC CGLൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിട്ടുള്ളതാണ്. CGL 2024 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. പല ആൾക്കാർക്കും സങ്കടമാണ്, കറക്റ്റ് സമയത്ത് എക്സാം നടക്കുമോ, അല്ലെങ്കിൽ എക്സാം പുതിയ വെണ്ടർ മാറുന്നതുകൊണ്ട് എക്സാമിൻ്റെ സിലബസ് മാറുമോ, പാറ്റേൺ മാറുമോ, അങ്ങനെ ഒരുപാട് സങ്കടമായിരുന്നു. ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു സങ്കടവും വേണ്ട. ഇത് കഴിഞ്ഞ 2 വർഷമായിട്ട് SSC കണ്ടക്ട് ചെയ്യുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ഇപ്രാവശ്യം പരീക്ഷ നടക്കുന്നത്. നമുക്ക് സന്തോഷിക്കാനുള്ള വക മാത്രമേ ഉള്ളൂ. എന്താ, കഴിഞ്ഞ പ്രാവശ്യമുള്ളതിൻ്റെ ഡബിൾ വേക്കൻസിയാണ് ഇപ്രാവശ്യം ഉള്ളത് കേട്ടോ. അപ്പോൾ സന്തോഷിക്കാനുള്ളൊരു വകയാണ്. നന്നായിട്ട് പഠിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഈ വർഷം തന്നെ നല്ലൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ മുന്നോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ SSCയെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന SSC CGL എക്സാമിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളോട് ഞാൻ പറയാം. SSC CGL എക്സാം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു എക്സാമാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് പറയാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആരംഭിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ വേറെ പല എക്സാമിൻ്റെ പിന്നാലെയാണ്, ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് സീരിയസ് ആയിട്ട് നോക്കുക. സിലബസും എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ട് സീരിയസ് ആയിട്ട് ഇതിലേക്ക് പഠിക്കാൻ ഇറങ്ങുക കേട്ടോ. നല്ല നല്ല വേക്കൻസികൾ, ഒരുപാട് വേക്കൻസി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മെയിനായിട്ട് എന്താ, കുറച്ച് ക്രൂഷ്യൽ ഡേറ്റ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ 24/6 ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്ലൈ ചെയ്യാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ssc.gov.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടേതായിട്ട് സ്വന്തം ഒരു പ്രൊഫൈൽ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ആ പ്രൊഫൈൽ പിന്നെ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് വേണ്ട എക്സാം ഏതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ CGL ലൈവാണ്. അപ്പോൾ CGLൻ്റെ എക്സാം അപ്ലൈ ചെയ്യാനുള്ള അവസരം അതിലുണ്ടാവും. 3 ദിവസം കഴിഞ്ഞാൽ MTS നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ MTS ഒക്കെ നിങ്ങൾക്ക് അതുവഴി ഡയറക്റ്റ് കയറിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രൂഷ്യൽ ഡേറ്റ്. 1 മാസം സമയമുണ്ട് നിങ്ങൾക്ക്, ഈ മാസം മുതൽ അടുത്ത മാസം വരെ. പിന്നെ 25-ാം തീയതി, അത് അടുത്ത മാസം ലാസ്റ്റ് ഡേറ്റിൻ്റെ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തു ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 25-ാം തീയതി ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. പക്ഷേ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 24-ാം തീയതി ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക്, നിങ്ങളുടെ ഫോമിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഓഗസ്റ്റ് 10ഉം ഓഗസ്റ്റ് 11ഉം. അത് നിങ്ങൾ എക്സ്ട്രാ ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള സമയമാണ് വരുന്നത് കേട്ടോ. പിന്നെ എക്സാമിൻ്റെ ഷെഡ്യൂൾ നമ്മൾ പണ്ട് SSC പറഞ്ഞ അതേ കലണ്ടറിൽ തന്നെയാണ് ഇപ്രാവശ്യമുള്ള സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കേട്ടോ. MTS നോട്ടിഫിക്കേഷൻ കുറച്ച് ഡിലേ ആയപ്പോൾ നമ്മൾ വിചാരിച്ച് CGL എക്സാം നീട്ടി വെക്കുന്നതാണ്. അല്ല, CGL എക്സാം കൃത്യസമയത്ത് നടക്കുന്നുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ 2024 നടക്കുന്നുണ്ട്. MTS എക്സാമാണ് കുറച്ച് ഡിലേ ആയത്. ഓക്കെ, പിന്നെ Tier 2 ഷെഡ്യൂൾ ഓഫ് Tier 2 Tier 1ഉം Tier 2 ആണ്. 2 പരീക്ഷയാണ് CGL എക്സാം ഉള്ളത്. അതിൽ ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ ഡിസംബർ മാസത്തിൽ ഷെഡ്യൂൾ 2 Tier 2 പരീക്ഷ നടക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ 2024 കൂടി തന്നെ നമുക്ക് നമ്മുടെ CGL നല്ലൊരു പോസ്റ്റ് കരസ്ഥമാക്കാം. ഡിസംബറോട് കൂടി ഷെഡ്യൂൾ 2 നടക്കുന്നതല്ല, Tier 2 നടക്കുന്നതാണ് പറയുന്നത്. പിന്നെ മെയിനായിട്ട് പല ആൾക്കാർ അറിയാത്തൊരു കാര്യം ഉണ്ടാവും, എന്തൊക്കെയാണ് CGL പോസ്റ്റുകൾ. മെയിനായിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകും. ASO പോസ്റ്റ്, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറാണ്. ഒരുപാട് മിനിസ്ട്രികളുണ്ട്. റെയിൽവേ മിനിസ്ട്രിയിൽ, ഇൻ്റലിജൻസ് ബ്യൂറോയിൽ, ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത്. അതുപോലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലൊക്കെ ASO ആയിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. പിന്നെ ഇൻസ്പെക്ടർ, അതായത് ഇൻകം ടാക്സിൽ, GSTയിൽ, പ്രിവൻറ്റീവ് ഓഫീസർ, എക്സാമിനേഴ്സ്, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലൊക്കെ ഇൻസ്പെക്ടറായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. പിന്നെ സബ് ഇൻസ്പെക്ടറായിട്ട് CBIയിൽ, NIAയിൽ, NCBയിൽ, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സബ് ഇൻസ്പെക്ടറായിട്ട് കയറാൻ പറ്റും. പിന്നെ അതിൽ വരുന്ന ഗ്രൂപ്പ് സിയിൽ വരുന്നതാണ് ഓഡിറ്റർ, അക്കൗണ്ടൻറ്റ്, അതായത് C&AG, CGDA, CGL ഒക്കെ ഓഡിറ്റർ, അക്കൗണ്ടൻ്റായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും. പിന്നെ അതിന് താഴെ വരുന്നതാണ് പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, UD ക്ലർക്ക്, സെക്രട്ടേറിയറ്റ്, സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ടാക്സ് അസിസ്റ്റൻറ്റ്. ഇതെല്ലാം റിക്രൂട്ട് ചെയ്യുന്നത് SSC CGL എക്സാം വഴിയാണ്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് പോസ്റ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ച ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 പോസ്റ്റുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് സന്തോഷിക്കാനുള്ള വക ബമ്പർ സംഭവമാണ്. ടെൻഡേറ്റീവ് വേക്കൻസി, ഒരു ബമ്പർ വേക്കൻസിയാണ്. 17,727 വേക്കൻസി ഇപ്പം തന്നെ CGL അവരുടെ നോട്ടിഫിക്കേഷനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടോ, ഇത് ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പല എന്താ പറയുക ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇനി എക്സാം അടുക്കുന്നതോടെ ചിലപ്പോൾ കൂടിയെന്നും വരാം. കൂടാൻ സാധ്യത കുറവാണ്. പക്ഷെ എന്നാലും എന്തായാലും 17,727 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ വേക്കൻസീൻ്റെ ഡബിൾ വേക്കൻസിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വെറും 9,000-2,500 വേക്കൻസി ഉള്ളൂ. അതിൻ്റെ ഡബിൾ, ഇരട്ടിയുടെ അടുത്ത് വേക്കൻസി ഇതിലുണ്ട്. ഇതിൽ തന്നെ ഒരു മെജോറിറ്റി, അതായത് GST ഒക്കെ നോക്കുകയാണെങ്കിൽ 93ഓളം വേക്കൻസി നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. ഇൻകം ടാക്സ് നോക്കുകയാണെങ്കിൽ 38ഓളം വേക്കൻസി ഉണ്ട്. ഒരുപാട് 10, 400, 500-ൻ്റെ അടുത്ത് വേക്കൻസി ഇതിൽ എവിടെയായിരിക്കും, കേരളത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു ബമ്പർ ചാൻസാണ് ഇപ്രാവശ്യം വരുന്നത്, ആരും മിസ്സാക്കാതിരിക്കുക. പിന്നെ മെയിനായിട്ട് ഏജ് ലിമിറ്റ്, പല ആൾക്കാരുടെയും പ്രശ്നം ഏജ് ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ ഏജ് ലിമിറ്റ് നമുക്ക് മെയിനായിട്ട് ഇത് കറക്റ്റ് അല്ല, മെയിനായിട്ട് 2 രീതിയിൽ തിരിക്കാം. ഒന്ന് ഗ്രൂപ്പ് ബി പോസ്റ്റുകൾക്കും ഒന്ന് ഗ്രൂപ്പ് സി പോസ്റ്റുകൾക്കും. ചിലതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം. എന്നാൽ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ, അതായത് നമ്മുടെ ഇൻസ്പെക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്പെക്ടർ, ASO പോസ്റ്റുകളൊക്കെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ 18 to 30 വരെ. എല്ലാത്തിനും അല്ല, ചിലതിന് 20-30 ആയിരിക്കാം, ചിലതിന് 18-30 ആയിരിക്കാം. ജനറലി പറയുകയാണെങ്കിൽ 18 to 30 ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് വേണം, വയസ്സുള്ളവർക്കാണ് ഈ ഗ്രൂപ്പ് ബി പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അവരാണ് ഇതിന് ക്വാളിഫൈ ആയിട്ടുള്ളത്. അതായത്
നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2/8/94 1/8/2006 ഇടയ്ക്ക് ജനിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രൂപ്പ് ബി പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പല ആൾക്കാരുടെ സംശയമാണ്, സാർ എൻ്റെ വയസ്സ്, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? കൺഫ്യൂഷൻ വേണ്ട. ഈ 2 ഡേറ്റ് എടുത്ത് നോക്കുക. ഈ 2 ഡേറ്റ് നോക്കുക. ഈ 2 ഡേറ്റിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചത് 1994 ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഞാൻ നോക്കുക 1994 ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി എന്ന് പറയുന്ന ഡേറ്റ് ഈ 2 ഡേറ്റിൻ്റെ ഇടയിലാണോ? അല്ല. നിങ്ങൾ നോക്കാം 1994 ഓഗസ്റ്റ് 2 മുമ്പുള്ള ഒരു ഡേറ്റാണ് ഫെബ്രുവരി. അപ്പോൾ ഞാൻ എന്തില്ല, ഈ വർഷം ഞാൻ SSC CGL എക്സാം അപ്ലൈ ചെയ്യാൻ ഞാൻ എലിജിബിൾ അല്ല. അപ്പോൾ എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് നോക്കുക ഈ 2 ഡേറ്റിൻ്റെ ഉള്ളിലാണോ എന്നുള്ളത്. ഓക്കെ. പിന്നെ ഗ്രൂപ്പ് സി പോസ്റ്റുകൾ, ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് സിയും ഉണ്ട്. ഗ്രൂപ്പ് സി പോസ്റ്റുകൾക്ക് ജനറലി പറയുകയാണെങ്കിൽ 18 to 27 വരെ പറ്റുള്ളൂ. 27 വയസ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2/8/97 1/8/2006 ഇടയ്ക്ക് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രൂപ്പ് സി പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ മെയിനായിട്ട് വരുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ്. പല ആൾക്കാരും 27 വയസ്സ് കഴിഞ്ഞു, ഇനി എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ, ഇൻസ്പെക്ടർ പോലത്തെയുള്ള പോസ്റ്റുകൾ 30 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് സി പോസ്റ്റുകൾ എഴുതാൻ പറ്റില്ലെങ്കിലും പിന്നെ 3 വർഷത്തേക്ക് നിങ്ങൾ എലിജിബിൾ ആണ് ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ എഴുതാൻ. അപ്പോൾ ആരും മിസ്സാക്കാതിരിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ എന്താണ്, അത് ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യമാണ്. പിന്നെ SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടാവും. OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ഉദ്ദേശിച്ചത്, അതായത് ഇപ്പോൾ ഇവർക്ക് 18 to 30 ആണെങ്കിൽ അത് SC ST കാൻഡിഡേറ്റ്സിന് 18 to 35 ആയിരിക്കും. ഇവിടെ 18 to 27 ആണെങ്കിൽ SC ST കാൻഡിഡേറ്റ്സിന് 18 to 32 ആയിരിക്കും. OBC കാൻഡിഡേറ്റ്സിന് 18 to 33 18 to 30 ആയിരിക്കും. ഓക്കെ. പിന്നെ വേറെ പല കാറ്റഗറിക്കും അതിൻ്റേതായ ഏജ് റിലാക്സേഷനൊക്കെ ഉണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ CGL നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുക. ഇത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. പിന്നെ എന്തായാലും നോക്കാനുള്ളത്, പിന്നെ മെയിനായിട്ട് ക്രൂഷ്യൽ ഡേറ്റ് ഫോർ സർട്ടിഫിക്കറ്റ്, നമ്മൾ OBC SC ST EWS എന്നൊക്കെ പറഞ്ഞ പല സർട്ടിഫിക്കറ്റ് നമ്മളിതിന് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യം ചെയ്യുക, 24/7/2024, അതായത് നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് 24/7/2024. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സാറേ ഈ എക്സാമിൻ്റെ, അതായത് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ച ആ സമയത്ത് തന്നെ നമുക്ക് എന്താവശ്യമുണ്ടോ, സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ? നിങ്ങൾ ആരും റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. ഇത് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ CHSL അല്ലെങ്കിൽ CPO ഇലക്ഷൻ പോസ്റ്റ് പോലത്തെ എക്സാമിന് എടുത്ത് വെച്ച ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അത് തന്നെ മതിയാവും. അതല്ല ആർക്കും ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ 2-3 വർഷം മുമ്പ് ഞാൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചാണ്, പിന്നെ അതിനുശേഷം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് OBC SC ST EWS ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഡേറ്റിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. അത് റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട, എല്ലാവരും എടുത്ത് വെക്കുക. കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല സാധാരണഗതിയിൽ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടില്ലെങ്കിലും. പക്ഷേ വെറുതെ റിസ്ക് എടുക്കേണ്ട, നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ സ്ഥിതിക്ക് അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ എന്താണ് ഇത് പറയുന്നത്, താഴെ പറയുന്നത് എന്താ വെച്ചാൽ, ഈ OBC കാൻഡിഡേറ്റ്സ്, എല്ലാ OBC കാൻഡിഡേറ്റ്സിനും ഈ റിലാക്സേഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. OBC നോൺ ക്രീമി ലെയർ ഉണ്ട്, ക്രീമി ലെയർ ഉണ്ട്. അതിൽ OBC നോൺ ക്രീമി ലെയർ ഉള്ളവർക്ക് മാത്രമേ റിലാക്സേഷനും ഇതിൻ്റെ റിസർവേഷൻ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അത് SC STക്കൊന്നും ഇല്ല, നോൺ ക്രീമി ലെയറൊന്നും. അത് OBCക്ക് മാത്രമുള്ളൊരു കാര്യമാണ്. അതായത് നോൺ ക്രീമി ലെയർ പരിധി, ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികമായിട്ട് കുറച്ച് ഒരു ഇതുണ്ട്, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളുകൾക്കാണ് ക്രീമി ലെയർ. അപ്പോൾ അതിൻ്റെ താഴെ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ OBC റിലാക്സേഷൻ ഇതിനൊക്കെ എലിജിബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് പറഞ്ഞതാണ് താഴെ, ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട. പിന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പേരെന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിനാണ്. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിന്നോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ നിങ്ങൾക്കൊരു ഡിഗ്രി വേണം, അത്രേ പറയുന്നുള്ളൂ. അത് നിങ്ങൾക്ക് സപ്ലൈ ബാക്ക് പേപ്പർ ഉണ്ടെന്ന് വിഷയമല്ല, നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതൊരു വിഷയമല്ല. എന്ത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ പാസ്സായിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ 1/8/2024 മുമ്പ് നിങ്ങൾ ഡിഗ്രി പാസ്സായിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് മിനിമം എത്ര % മാർക്ക് വേണമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് പേപ്പർ ഉണ്ടെങ്കിൽ, നിങ്ങൾ ബാക്ക് പേപ്പർ ഹിസ്റ്ററി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സപ്ലി ഹിസ്റ്ററി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല എന്നൊന്നും പറയുന്നില്ല. ഈ ഒരു ഡേറ്റിന് മുമ്പിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഒരു ഡിഗ്രി വേണം. അതാണ് മെജോറിറ്റി, ഒരു 90% CGL പോസ്റ്റിനും ഈ ഒരു സാധനം മാത്രം മതി. പിന്നെ 2-3 പോസ്റ്റുകൾക്ക് സെപ്പറേറ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഒന്ന് JSO അല്ലേ, JSO പോലത്തെ പോസ്റ്റാണ്. JSO ഒക്കെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ +2 മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 60% മാർക്ക് മതി. അതല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെയെങ്കിലും ഒരു പേപ്പറായിട്ട് നിങ്ങൾ പഠിക്കണം. ഈ 2 കാര്യങ്ങൾ മാത്രമേ JSOൻ്റെ പറയുന്നുള്ളൂ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ അവർ പറയുന്നത് എല്ലാ വർഷവും, അതായത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഇപ്പോൾ ഇയർലി ആണെങ്കിൽ എല്ലാ വർഷവും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം. അതല്ല സെം വൈസ് ആണെങ്കിൽ 6 സെമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം. അങ്ങനത്തെ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രേഡ് 2 അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ JSO നിങ്ങൾ +2 മാത്സ് പഠിച്ചാൽ അതിന് 60% മാർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഡിഗ്രി ലെവലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും പറ്റും. പിന്നെ ഫോർ റിസർച്ച് അസിസ്റ്റൻറ്റ് ഇൻ NHRC അതിനും ഡിഗ്രി മതി. പക്ഷേ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ താഴെ കുറച്ച് പറയുന്നുണ്ട്, അല്ലാതെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അല്ല കേട്ടോ. ഡിഗ്രി മതി ഇതിനും.
ഇതാണ് മെയിനായിട്ട് ഡിഫറൻ്റ് ആയിട്ട്. ആദ്യം ഒരു AO പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം AO പോസ്റ്റുകൾ റിക്രൂട്ട്മെൻറ്റ് CGL 2024 ഇല്ല. അത് നിർത്തിയെന്നാണ് എനിക്ക് ഏകദേശം തോന്നുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ന്യൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. AO ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം തന്നെ എന്തില്ല, AOൻ്റെ പോസ്റ്റില്ല. AOൻ്റെ പേപ്പർ 3 പരീക്ഷ, അതായത് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് പേപ്പറൊന്നും ഇപ്രാവശ്യം നോട്ടിഫിക്കേഷനിൽ കാണുന്നില്ല. ഈ JSOക്ക് മാത്രം. JSO എന്ന് പറഞ്ഞാൽ JSOക്ക് ഒരു പ്രത്യേകത ഉണ്ട്. CGL 32 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന ഒരേ ഒരു പോസ്റ്റാണ് ഇത്. സാധാരണ ഇതിൽ ഞാൻ പറഞ്ഞു എല്ലാം 30 വയസ്സ് വരെയാണ്, പക്ഷേ 32 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് JSO. ഓക്കെ, അതിനൊരു പ്രത്യേക സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞൊരു പേപ്പർ നിങ്ങൾ Tier 2ൻ്റെ കൂടെ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ ഈ പറയുന്നത് നിങ്ങൾ വായിച്ച് നോക്കുക. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഫൈനൽ ഇയർ പരീക്ഷ എഴുതിയ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, CGL പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റിൽ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമല്ല, ഈ 1/8/2024 ഈ വരാൻ പോകുന്ന August 1 മുമ്പിൽ നിങ്ങളുടെ ഡിഗ്രി ഫൈനൽ ഇയർ റിസൾട്ട് വരുമെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ വർഷത്തെ CGLന് അപ്ലൈ ചെയ്യാനും എക്സാം എഴുതാനും ഒക്കെ നിങ്ങളും എലിജിബിളാണ്. ഒറ്റ കാര്യമുള്ളൂ, സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നൊന്നുമില്ല. 1/8/2024 മുമ്പ് നിങ്ങളുടെ ഡിഗ്രി റിസൾട്ട് വന്നാൽ മതി. ഫൈനൽ റിസൾട്ട് കേട്ടോ, സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ August 1 മുമ്പ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് വന്നിരിക്കണം. റിസൾട്ട് വന്നാൽ നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈ ആയതിൻ്റെ അർത്ഥം. സർട്ടിഫിക്കറ്റും കാര്യങ്ങളും പ്രോസസ്സൊക്കെ പിന്നെ ബാക്കി വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ടു CHSL, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ. നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. CHSL നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആ സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത്. Tier 1 രണ്ടും സെയിം ആണ്. ഇംഗ്ലീഷ് കോംപ്രഹൻഷൻ ഉണ്ടാവും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് അതായത് മാത്സ്, പിന്നെ ജനറൽ അവയർനെസ് അതായത് GK. ഇതെല്ലാം 25 ക്വസ്റ്റ്യൻ വെച്ച് ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വെച്ച് ടോട്ടൽ 50, 50, 50, 50, 200 മാർക്ക്. അതായത് 100 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ 2 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1/2 മാർക്ക് നെഗറ്റീവ് ഉണ്ടാവും. അതായത് 1/4 നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 200ലാണ് എന്ത് വരുന്നത്, Tier 1 പരീക്ഷ വരുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 2023 പരീക്ഷയിൽ അതിൻ്റെ കട്ട് ഓഫൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല കട്ട് ഓഫാണ്. ജനറലിൽ 150 പോയിട്ടുണ്ട്, OBCക്ക് 145, EWSൽ 143, SC ST 226, 118. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഡബിൾ വേക്കൻസി ഇപ്രാവശ്യം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കട്ട് ഓഫ് താഴാനാണ് സാധ്യത. പിന്നെ എക്സാമും കുറച്ച് ടഫ് ആവുകയാണെങ്കിൽ എന്തായാലും കട്ട് ഓഫൊക്കെ താഴെ. ഇത് ഒരു ഫിക്സഡ് കട്ട് ഓഫ് ഒന്നുമല്ല. ഇത് ഓരോ വർഷം എന്ത് ചെയ്യും, വേക്കൻസിക്കും പരീക്ഷേൻ്റെ ടഫ്നെസ്സിനും ഈസിനെസ്സിനും അനുസരിച്ചിട്ട് ഇത് മാറും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് കൂടാൻ കാരണം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ 2022 35,000-ഓളം വേക്കൻസി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് കുട്ടികൾ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആ കുട്ടികളെല്ലാം 2023 പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം ഈ കട്ട് ഓഫ് കൂടിയിട്ടുള്ളത്. സാധാരണ തിരിച്ചൊരു കട്ട് ഓഫ് ഒന്നും CGL എക്സാമിന് വരാറില്ല. 10,000 വേക്കൻസി ആണെങ്കിൽ പോലും ഒരു 130, 140 റേഞ്ചിലാണ് കട്ട് ഓഫ് വരാറുള്ളത്. പക്ഷേ ഇത് 150 സാധ്യമായിട്ടാണ് SSCയുടെ പരീക്ഷയ്ക്ക് ഇത്ര കട്ട് ഓഫൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് Tier 2 എക്സാമിനേഷൻ. Tier 1 ജസ്റ്റ് ക്വാളിഫയിങ് ആണ്. അതിൽ നിങ്ങൾ ഈ പറഞ്ഞ കട്ട് ഓഫ് കടന്നാൽ നിങ്ങൾ ക്വാളിഫൈ ആയി. Tier 2 എക്സാമിന് നിങ്ങൾ എലിജിബിളായി. അതിൻ്റെ മാർക്ക് എവിടെയും കൗണ്ട് ചെയ്യാനൊന്നും മുകളിൽ നിങ്ങളുടെ മാർക്ക് കൗണ്ട് ചെയ്യുന്നത് ഉള്ളി Tier 2 എക്സാമിനേഷൻ കേട്ടോ. ഇതിൽ തന്നെ ഈ താഴെ കാണുന്ന 3 മാർക്ക് നിങ്ങൾ നോക്കില്ല. അതായത് മുകളിൽ കാണുന്നത് Section 1, Section 2 അതിൽ Module 1, Module 2 കേട്ടോ. Module 1 പറയുന്നത് ജനറലായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. ഈ നോട്ടിഫിക്കേഷനിൽ ഞാൻ പറഞ്ഞുതരാം. Module 1 Section 1 വരുന്നത് മാത്സും റീസണിങ്ങുമാണ്. മാത്സ് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും, റീസണിങ് 30 ക്വസ്റ്റ്യൻ, ടോട്ടൽ 60 ക്വസ്റ്റ്യൻ. Tier 1 ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണെങ്കിൽ ഇവിടെ 3 മാർക്ക് ഉണ്ടാവും. അതായത് മാത്സും റീസണിങ്ങും ടോട്ടൽ 180 പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നേരത്തെ അവിടെ 1/4 ആണ് നെഗറ്റീവ് എങ്കിൽ ഇവിടെ 1/3 ആണ് നെഗറ്റീവ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ 3 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ടോട്ടൽ 180 മാത്സും റീസണിങ്. ഓൾമോസ്റ്റ് പകുതി കിടക്കുന്നത് മാത്സും റീസണിങ്ങിലുമാണ്. പല ആൾക്കാരും പറയുന്നുണ്ട് CGL എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ഇംഗ്ലീഷ് നിന്നാണ്. കാരണം ഇംഗ്ലീഷിനോടെ 45 ക്വസ്റ്റ്യൻ വരും. ഈ 70 ഇംഗ്ലീഷ് 45 ക്വസ്റ്റ്യനും GK 25 ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ മാത്സ് എന്ന് പറഞ്ഞാൽ റീസണിങ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആണ്. മാത്സ് എന്ന് പറഞ്ഞാൽ റീസണിങ് അത് രണ്ടും കണക്ട് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് മാത്സും റീസണിങ്ങും തന്നെയാണ് കേട്ടോ. 180 മാർക്സ് വരുന്നത് മാത്സും റീസണിങ്ങുമാണ്. പിന്നെ 70 ഞാൻ പറഞ്ഞു ഇവിടെ 45 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷും 25 ക്വസ്റ്റ്യൻ മാത്സ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 70 ക്വസ്റ്റ്യൻ. അത് രണ്ടും കൂടെ കൂട്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണെങ്കിൽ 210 മാർക്ക്. അതായത് 210, 180 ടോട്ടൽ 390 നിങ്ങളുടെ കട്ട് ഓഫ് അല്ല ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. 390 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയത് മാത്രമാണ് അവർ നോക്കുന്നത്. പിന്നെ ഇവിടെ താഴെ വേറെ പരീക്ഷയുണ്ട്. Section 3 Module 1 കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്. പക്ഷേ അത് എന്താണ് 15 മിനിറ്റിൻ്റെ പരീക്ഷയാണ്, 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 60 മാർക്ക്. പക്ഷേ അത് ജസ്റ്റ് ക്വാളിഫയിങ് ആണ്. അതൊരു കട്ട് ഓഫ് മിനിമം ഒരു മാർക്ക് പറയും. ആ മാർക്ക് നിങ്ങൾ പാസ്സായാൽ മാത്രം മതി. ആ മാർക്ക് എവിടെ ആഡ് ചെയ്യില്ല, ഇവിടെ ആഡ് ചെയ്യില്ല. പിന്നെ അന്ന് തന്നെ വേറെ സംഭവം കൂടെ നടക്കും. ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് മൊഡ്യൂൾ. ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് എന്ന് ആരും ഒന്നും പുതിയ എന്തൊരു സംഭവം എന്ന് വിചാരിക്കുന്നത്. ടൈപ്പിംഗ് ടെസ്റ്റും 15 മിനിറ്റ് കൊണ്ട് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അതും കൂടെ നിങ്ങൾ പാസ്സാവണം. ഒക്കെ ക്വാളിഫയിങ് നേച്ചറാണ്. അതിന് മാർക്കും ആഡ് ചെയ്യില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു JSO പോലത്തെ പോസ്റ്റുകൾക്ക് ഒരു സെപ്പറേറ്റ് പേപ്പറും കൂടെ നിങ്ങൾ എഴുതണം. പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക്സ്. പണ്ടൊക്കെ AO അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസറിന് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് പറഞ്ഞൊരു പേപ്പറും കൂടെ ഉണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം ഇല്ല. പേപ്പർ 2 സ്റ്റാറ്റിസ്റ്റിക്സ്. അത് JSO പോസ്റ്റിനും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റിനൊക്കെ നിങ്ങൾ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേപ്പറും കൂടെ 100 ക്വസ്റ്റ്യൻ 200 മാർക്ക്. അപ്പോൾ നിങ്ങളുടെ ആ റാങ്ക് ലിസ്റ്റ് വരുന്നത് 390, 200 കൂടിയിട്ട് 590 ബാക്കി എല്ലാ പോസ്റ്റിനും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഔട്ട് ഓഫ് 390 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ,
പിന്നെ ഞാൻ പറഞ്ഞു ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടൈപ്പിംഗ് തന്നെയാണ്. ടൈപ്പിംഗ് നിങ്ങൾക്ക് വേണ്ട സ്പീഡ്, അതായത് 2000 കീ ഡിപ്രഷൻ എത്ര 15 മിനിറ്റിൽ, അത് നിങ്ങളൊരു വേർഡ്സ് പെർ മിനിറ്റിൽ കൺവേർട്ട് ചെയ്താൽ 27 വേർഡ്, അതായത് ഒരു വേർഡ് എത്രയാണ്, ഒരു വേർഡ് 5 കീ ഡിപ്രഷൻ എന്ന് കൺവേർട്ട് ചെയ്താൽ 27 വേർഡ്സ് പെർ മിനിറ്റിൽ നിങ്ങൾക്ക് സ്പീഡ് വേണം കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ ടെസ്റ്റ് വിൽ ബി മാൻഡേറ്ററി ഫോർ ഓൾ ദ പോസ്റ്റ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചില പോസ്റ്റുകൾക്ക് മാത്രമായിരുന്നു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ആ പോസ്റ്റുകൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ടൈപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ, ഈ ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായേ പറ്റും. അപ്പോൾ മാൻഡേറ്ററി ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ടൈപ്പിംഗ് ടെസ്റ്റ് നോക്കി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കി തുടങ്ങി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ക്വാളിഫൈങ് നേച്ചർ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഈ 27 വേർഡ്സ് പെർ മിനിറ്റിൽ ഈ 15 മിനിറ്റ് കൊണ്ട് 2000 കീ ഡിപ്രഷൻ ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനൽ കട്ട് ഓഫ്, അതായത് CHSL അല്ല, CGL കേട്ടോ, CGL 2023 ഫൈനൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ജനറൽ, ഞാൻ പറഞ്ഞു ഔട്ട് ഓഫ് 390 ആണ്. 390ൽ ഏറ്റവും മിനിമം ഏതെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 390ൽ 303 മാർക്കിലും വേണം. OBC ആണെങ്കിൽ 301, EWS 301, SC ST 254, 276. അതായത് ആ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 390ൽ 303 മാർക്ക് മിനിമം വേണം കേട്ടോ. മാർക്ക് വേണം, അതിൻ്റെ കൂടെ ഡാറ്റ എൻട്രി സ്കിൽ ടെസ്റ്റും പാസ്സാവണം, പിന്നെ കമ്പ്യൂട്ടർ നോളജ്, ഇത് രണ്ടും ക്വാളിഫൈ ആവുകയും വേണം. ബാക്കിയുള്ള 390ൽ 303 മാർക്ക് മിനിമം കിട്ടുമെങ്കിലും വേണം. ഒരു 320ൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ബി പോസ്റ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. 330, 340 ഉണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഒരു 1500 താഴെ വരും കേട്ടോ. അതൊക്കെ ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ ഒന്നുമില്ല. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ബാക്കിയുള്ള ബാങ്ക് എക്സാമിൻ്റെ ഒന്നും പോലെ 800, 1000, 1500 രൂപയൊന്നും അപ്ലൈ ചെയ്യാനില്ല. ജസ്റ്റ് 100 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും 100 രൂപ വെച്ച് കൊടുത്താൽ ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വുമൺ, SC ST, എക്സ് സർവീസ്മെൻ, പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, ഇവർക്കൊക്കെ ഫ്രീ ആണ്. ഇവർക്കൊന്നും പൈസയും കൊടുക്കേണ്ട. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും എന്ത് ചെയ്യുക, SSCയുടെ സൈറ്റ് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. പിന്നെ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ, പലർക്കും പ്രശ്നമാണ് ഈ CGL എക്സാമിന് അപ്ലൈ ചെയ്താൽ കേരളത്തിൻ്റെ പുറത്ത് ഡൽഹിയിൽ അവിടെ എവിടെയെങ്കിലും പോയിട്ട് പരീക്ഷ എഴുതേണ്ടി വരുമെന്നില്ല. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ഇവിടെ എല്ലാം നമുക്ക് ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും 3 സെൻറ്റർ പ്രിഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സാധാരണ ഇതിൽ എല്ലാവർക്കും ഒരു 90% ആളുകൾക്ക് എന്ത് കിട്ടാറുണ്ട്, നമ്മൾ കേരളത്തിൽ ഏതെങ്കിലും സെൻറ്ററായിട്ട് കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ വേക്കൻസി ഇല്ലെങ്കിൽ പിന്നെ അവസാനം അപ്ലൈ ചെയ്യുന്ന ആൾക്കൊക്കെ കേരളത്തിന് പുറത്തും കൊടുക്കാറുണ്ട്. കേരളത്തിന് പുറത്ത് കൊടുത്താലും മാക്സിമം നമ്മൾ അടുത്ത എവിടെയെങ്കിലും ആയിട്ട് സ്ഥലത്ത് തന്നെ കിട്ടും കേട്ടോ. പക്ഷേ അധികം ആളുകൾക്കും നമ്മൾ കേരളത്തിൽ തന്നെ കിട്ടാറുണ്ട്. പിന്നെ ദ ക്വസ്റ്റ്യൻസ് വിൽ ബി സെറ്റ് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. സാധാരണഗതിയിൽ CHSLും MTS ഒക്കെ നമുക്ക് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലും കൂടെ അവൈലബിൾ ആണ്. മലയാളത്തിലൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ CGLന് മലയാളത്തിൽ കിട്ടില്ല, ഇംഗ്ലീഷും ഹിന്ദി മാത്രമായിരിക്കും എലിജിബിൾ. അതായത് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും കിട്ടും, ഹിന്ദി ലാംഗ്വേജും കിട്ടും. അത് മാറ്റിയിട്ട് കാണാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ മലയാളത്തിലൊന്നും ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം, ഡു നോട്ട് വെയിറ്റ് ടിൽ ലാസ്റ്റ് ഡേറ്റ്. ഒരിക്കലും ഞാൻ പറഞ്ഞു ജൂലൈ 24 ലാസ്റ്റ് ഡേറ്റ്. ജൂലൈ 24 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാകും. കാരണം അവസാനത്തെ ഒരാഴ്ചയൊന്നും നിങ്ങൾക്ക് സൈറ്റ് തുറന്നാൽ കിട്ടുപോലില്ല, സെർവർ ഡൗൺ ആയിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, ഇന്ന് നോട്ടിഫിക്കേഷൻ വിളിച്ചു, ഇന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യുക. ഇന്നും അപ്ലൈ ചെയ്യേണ്ട, നാളെ അപ്ലൈ ചെയ്യേണ്ട, മറ്റന്നാൾ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ മൊത്തം എവിടെയെങ്കിലും ഒരു ചെറിയ ചേഞ്ച് എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതൊക്കെ റെഡി ആവാൻ 2-3 ദിവസം സമയം എടുക്കും. ഓക്കെ. അപ്പോൾ ആരും ഇന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യേണ്ട, 2-3 ദിവസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുക. 2 ദിവസം കഴിഞ്ഞിട്ട് അധികം വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്, നേരത്തെ തന്നെ ചെയ്യുക. പിന്നെ അവസാന ഡേറ്റിലേക്കും നോക്കാതിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, ഈ ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് തീർക്കുക. ഓക്കെ. ഇത്രയാണ് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടുള്ളത്. പിന്നെ ഹൗ ടു അപ്ലൈ, പല ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഹൗ ടു അപ്ലൈ എന്നുള്ളതാണ്. 2 രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രൊഫൈലൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം, 1 ടൈം രജിസ്ട്രേഷനൊക്കെ നിങ്ങൾ ചെയ്യണം, എന്നിട്ടാണ് പിന്നെ ലാസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. അതിൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ച്, ഓരോ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാണിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ലാസ്റ്റ് അന്ന് വിളിച്ച സെലക്ഷൻ പോസ്റ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെലക്ഷൻ പോസ്റ്റ് ആകുമ്പോൾ CGL ഒക്കെ ആകുമ്പോൾ ചെറിയൊരു വ്യത്യാസമേ വരുള്ളൂ. ആ വ്യത്യാസം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ താല്പര്യം എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയേണ്ട ആൾക്കാർ ആ വീഡിയോ പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സാധാരണഗതിയിൽ ഇത്ര വേക്കൻസി ഒന്നും CGLന് വരാറില്ല. CGLന് ഇതിന് മുമ്പ് വന്നിട്ടുള്ളത് 2022 ഒരു പ്രാവശ്യം 35,000 വേക്കൻസി വന്നിട്ടുണ്ട്. അതിന് മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ 2015-ലും 2014-ലൊക്കെയാണ് 15,000, 16,000 വേക്കൻസി വന്നിട്ടുള്ളത്. അതിനുശേഷമുള്ള എല്ലാ വർഷങ്ങളിലും 8,000, 9,000 വേക്കൻസി വന്നിട്ടുള്ളൂ. ഇപ്രാവശ്യം വളരെ നല്ലൊരു വേക്കൻസിയാണ്. അപ്പോൾ ആരും ഈ ഒരു ചാൻസ് മിസ്സാക്കാതിരിക്കുക. ഓൾറെഡി പഠിച്ചൊരു ലെവലിലെത്തിയ ആളുകളുണ്ടെങ്കിൽ അവരുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്ത് 3 മാസം കൂടെ, സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഒരു 3 മാസം കൂടെ സമയം കിട്ടും. ആ സമയം കൊണ്ട് പരമാവധി എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എന്ത് ഹെൽപ്പും കാര്യങ്ങളും വേണമെങ്കിൽ SSC മലയാളി നമ്മൾ ടീമൊക്കെ ആയിട്ട് ഇവിടെ കൂടെ ഉണ്ട്. ഓക്കെ. നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കും. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾ ഈ എക്സാമിന് പഠിക്കാൻ സഹായിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലുണ്ട്.
വരുന്ന ഒരാഴ്ച കൊണ്ട് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി അറിയിക്കും. അപ്പോൾ ആരും ഈ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പഠിച്ച് നിർത്തി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന ആളൊക്കെ ഉണ്ട്, അവരൊക്കെ വീണ്ടും ഇതിലേക്കും തിരിച്ചു കൊണ്ടുവരും. കാരണം ഒരുപാട് വേക്കൻസിയൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.